നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നത് എന്ത് പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ ഇന്നൊരു വീഡിയോയിൽ പറയേണ്ടായിരുന്നു, യൂട്യൂബ് ചാനലുകളും അതുപോലെ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉള്ള ആളുകൾ നല്ല സന്ദേശങ്ങൾ, വാഹനത്തിൻ്റെ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ആയിട്ട്, ചെറിയ വീഡിയോ ആയാലും ശരി വലിയ വീഡിയോ ആയാലും ശരി, അത് ചെയ്ത് ഇടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ അടുത്തിടെയായിട്ട് വാഹനാപകടം ഭയങ്കരമായിട്ട് കൂടി വരണം. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ ലൈസൻസ് കൊടുക്കുന്നത് ഇത്തിരി കർശനാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ അങ്ങനെ കർശനാക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഇപ്പോൾ സ്ത്രീകൾ ലൈസൻസ് എടുക്കുന്നുണ്ട്. പക്ഷെ എന്താ കാര്യം, അവർ ലൈസൻസ് എടുത്തിട്ട് ഇതേവരെ വണ്ടി ഓടിക്കണില്ല. ലൈസൻസ് എടുത്ത് കയ്യിൽ വയ്ക്കുക എന്നുള്ള ഇത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ലൈസൻസ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ആരും ഇതേവരെ വണ്ടി ഓടിക്കണില്ല. പ്രൈവറ്റായിട്ടൊരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് ഓടിച്ച് അവർ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ശരിക്കും ലൈസൻസ് എടുത്ത് അവർ ശരിയായ രീതിയിൽ വണ്ടി ഓടിച്ച് തെളിഞ്ഞതിന് ശേഷം മാത്രം ലൈസൻസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാനിവിടെ ഒരു സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യണത്. ഞാനിവിടെ ഒരു പ്രമുഖ കമ്പനിയിൽ ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യണ ആളാണ്. അപ്പോൾ ഞാനും ഈ നാട്ടിൽ വരുന്ന സമയത്ത്, ഞാനിപ്പോൾ ഏകദേശം ഒരു 30 വർഷമായിട്ട് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവിടെയൊക്കെ വാഹനാപകടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പോലെ ആരും നിയമങ്ങൾ തെറ്റിച്ചിട്ടൊന്നും അധികം ആരും വണ്ടി ഓടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട്, മെയിനായിട്ട് ഇപ്പോൾ മന്ത്രി പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ രാഷ്ട്രീയം ഉള്ളവർ, ഒരുവിധം പെട്ട രാഷ്ട്രീയക്കാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാൻ തയ്യാറല്ല. നിയമം കർശനാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമമായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനൊരു നിയമം, പണക്കാരനൊരു നിയമം, അതൊക്കെയാണ് അവിടെ എങ്ങനെ റോട്ടിൽ വണ്ടി ഓടിച്ചാലും ഒരു പാവപ്പെട്ടവനാണെങ്കിൽ അവന് നല്ല രീതിയിലുള്ള ഫൈൻ കിട്ടുകയും, ഇത്തിരി കാശുകാരനാണെങ്കിൽ അവൻ വളരെ സിമ്പിളായിട്ട് പോകുന്നൊരവസ്ഥയാണ്. ആ നിയമങ്ങളൊക്കെ ആദ്യം മാറ്റണം. ഈ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലത്തെ നിയമം. പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് ഡ്രൈവേഴ്സ് ഞങ്ങളുടെ കമ്പനിയിൽ വരുന്നുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ, അവരിവിടെ വരുമ്പോൾ അവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ്. ഈ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്താണെന്ന് നാട്ടിൽ ഒരാൾക്ക് പോലും അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊരു അത്യാവശ്യം ഒരു വിവരം എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേയൊക്കെ അപകടങ്ങൾ ഒഴിവാക്കാം. പക്ഷേ വേറെ കാര്യമില്ല, ഡിഫെൻസീവ് ഡ്രൈവിംഗ് അറിയാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നിയമങ്ങൾ തെറ്റിച്ച് വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്, ആദ്യം അതെന്താണെന്ന് അറിയണം. അതറിഞ്ഞാൽ മാത്രമല്ലേ അതിൻ്റെ നിയമങ്ങൾ എന്താണ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ തന്നെയാണ് ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ഓടിക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ കമ്പനിയിലൊക്കെ ഇഷ്ടംപോലെ ഡ്രൈവേഴ്സ്, 10,000 ഡ്രൈവേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ അവർ വരുന്ന സമയത്തുള്ള ഡ്രൈവർമാരല്ല, അവർ തിരിച്ചു പോകുമ്പോൾ അവർ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ട്, അത്രയും പക്ക ഡ്രൈവറായിട്ടാണ് ഇവിടുന്ന് തിരിച്ച് അവർ മറ്റുള്ള കൺട്രിയിലേക്കായാലും നമ്മുടെ നാട്ടിലേക്കായാലും പോകുന്നത്. അപ്പോൾ അതുപോലെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ നാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ MBDയും മറ്റുള്ള പോലീസായാലും, അല്ലാതെ എല്ലാത്തിനും എന്തെങ്കിലും ഒരു ചെറിയ അപകടം വരുമ്പോഴേക്കും ഫൈൻ അടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അതാദ്യം ശരിയായ രീതിയിൽ പഠിപ്പിച്ചതിന് ശേഷം ലൈസൻസ് കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ ഒന്നും അപകടം കുറയാൻ പോണില്ല. ഇപ്പോൾ രാത്രി വണ്ടി ഓടിക്കുന്നവൻ ഉറക്കം വന്നാലും നമ്മുടെ നാട്ടിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്താമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിച്ച് പോകുന്നൊരവസ്ഥയാണ്. പക്ഷേ എന്ന സ്ഥാനത്ത് എവിടെയെങ്കിലും ജസ്റ്റ് ഒരു അരമണിക്കൂർ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയതിന് ശേഷം പോവുകയാണെങ്കിൽ ആ അപകടം ഒഴിവാകും.
ഇപ്പം ഈ പകൽ സമയങ്ങളിൽ ഇപ്പോൾ ശബരിമല സീസണാണ്. ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രാത്രിയാണ് ഓടുന്നത്. അത് ഭയങ്കരമായിട്ട് ഉറക്കം നിന്നിട്ടുള്ള ഓട്ടണോ. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ അപകടമൊക്കെ കുറയുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ന്യൂജൻ പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്കിലൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. കാറിലായാലും പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്ക് ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ച് ഒരു എങ്ങനെയായാലും ഒരു 10-25 വയസ്സ് ഒക്കെ ആകുമ്പോഴാണ്. അപ്പോഴൊന്നും ഇതുപോലെയുള്ള തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. റോഡ് നല്ല തിരക്കുമാണ്. ഇപ്പോൾ ഉള്ളവരുടെ ഡ്രൈവിങ്ങൊക്കെ വെരി ബാഡ്. അപ്പം അതൊക്കെ ഒരു കടിഞ്ഞാണിടാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കൂടി നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ പരമാവധി യൂസ് ചെയ്യാതിരിക്കുക. മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ എപ്പോഴും മാറിപ്പോകും. ഉറക്കം വന്നിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ ഇനി ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡിഫെൻസീവ് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി വെച്ചിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു.